ഹലോ ഗൈസ്, ഇന്നപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ശരിക്കും നമുക്ക് കുക്ക് ചെയ്യുമ്പം ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ കറിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പാൻ എടുക്കുക, അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ട് വഴറ്റുക. അങ്ങനെ വഴറ്റി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ടൊമാറ്റോ ഉള്ളിയൊക്കെ നിങ്ങൾ ഏത് ക്വാണ്ടിറ്റിക്കാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. അങ്ങനെ അത് രണ്ടും വഴറ്റി കഴിയുമ്പോൾ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക. എനിക്ക് തോന്നുന്ന മിക്ക ആളുകൾ ഈ ഒരു ടൈപ്പിലായിരിക്കും കേട്ടോ ചിക്കൻ കറി വെക്കുക. അങ്ങനെ അതെല്ലാം കൂടെ നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഞാൻ പെപ്പർ ഇടുന്നുണ്ട്. എൻ്റെ ഉമ്മച്ചി ചിക്കൻ കറി വെക്കുമ്പം കുറേ പെപ്പർ ഇടും കേട്ടോ. അപ്പോൾ ആ ചിക്കൻ കറിക്ക് വേറൊരു ടേസ്റ്റാണ്. ഞാൻ ഇവിടെ കുറച്ച് പെപ്പർ ഇടുന്നുള്ളൂ. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല, പിന്നെ ജീരകപ്പൊടിയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമായിട്ടുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്യുക. വീണ്ടും അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ചിക്കൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇവിടെ ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര ചിക്കനിൽ ഉണ്ടാക്കുന്നത്. കാരണം കുറേ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എന്തായാലും വേസ്റ്റ് ആവും. അതുകൊണ്ട് ഇത്ര ചിക്കൻ മതി കേട്ടോ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഞാൻ ഇവിടെ 1 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. നിങ്ങളുടെ ഇതിനനുസരിച്ച് ഒഴിക്കുക. ഇനി നമുക്കതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. എനിക്ക് വലിയ ഐഡിയ ഇല്ലാത്തത് കാരണം കേട്ടോ വേവിൻ്റെ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല ഗൈസ്, രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചിക്കൻ കറിയും ചോറും തൈരും പിന്നെ കുറച്ച് ചിക്കൻ പൊരിച്ചതുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.